പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 15 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഹൃദയവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ, ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിരുസന്നിധിയിൽ വൃത്തിമനയോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യവും നിഷ്കപടത എന്ന് പറയുന്നത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. എൻ്റെ അർത്ഥം ദൈവദൃശ്യനിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം. കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങളുടെ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യം തന്നെ വഴിക്കാണേ. ദിവസങ്ങളിലൊരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഞാൻ സഭയെന്ന് അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തുണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പ് സാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലൂർ പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തർ ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവദൃശ്യനെതിരെ അതും ശരി
ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശരിയും എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെ അടുത്ത് നടക്കത്തൊരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആത്മാവ് അവന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ രണ്ട് ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.